കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് കടയിൽ നിന്നും മിഠായി വാങ്ങിക്കഴിച്ച കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യം. 5 പേർ ആശുപത്രിയിൽ. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന മലയാളി ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. തൃശൂർ കുട്ടനല്ലൂർ സ്വദേശി ബിനിൽ ബാബുവാണ് കൊല്ലപ്പെട്ടത്. ദേശീയപാത കൊടകര പേരാമ്പ്രയിൽ ലോറിയുടെ പുറകിൽ KSRTC ബസ് ഇടിച്ച് കണ്ടക്ടർ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. ഞായറാഴ്ച രാത്രി 12 മണിയോടെ ദേശീയപാത പേരാമ്പ്രയിൽ പള്ളിക്ക് സമീപമായിരുന്നു അപകടം. ഗാനമേളയ്ക്കിടയിൽ പോലീസിനെ ആക്രമിച്ച യുവാവിനെ കൊരട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാടുകുറ്റി ഈനാശു ചെട്ടിവളപ്പിൽ ആൽബിനാണ് പോലീസിനെ ആക്രമിച്ചത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് കടയിൽ നിന്നും മിഠായി വാങ്ങിക്കഴിച്ച കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യം. 5 പേർ ആശുപത്രിയിൽ. സെന്റ് ആൻസ് സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കാണ് മിഠായി കഴിച്ചതിനെ തുടർന്ന് ഛർദിയും വയറുവേദനയും അനുഭവപ്പെട്ടത്. ഇന്ന് രാവിലെ ക്ലാസ് തുടങ്ങും മുൻപെയാണ് കുട്ടികൾ മിഠായി വാങ്ങിയത്. മിഠായി കഴിച്ച് അല്പസമയം കഴിഞ്ഞതോടെ കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ അധ്യാപകർ കുട്ടികളെ കൊടുങ്ങല്ലൂർ മെഡിക്കെയർ ആശുപത്രിയിൽ എത്തിച്ചു. നഗരസഭ ആരോഗ്യ വിഭാഗവും ഫുഡ് ആൻഡ് സേഫ്റ്റി വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്കൂളിന് സമീപം ബിഷപ്പ് ഹൗസ് റോഡിനടുത്തുള്ള കടയിൽ നിന്നുമാണ് മിഠായി വാങ്ങിയതെന്ന് കുട്ടികൾ പറഞ്ഞു. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന മലയാളി ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. തൃശൂർ കുട്ടനല്ലൂർ സ്വദേശി ബിനിൽ ബാബുവാണ് കൊല്ലപ്പെട്ടത്. ബിനിൽ മരിച്ചതായി ഇന്ത്യൻ എംബസിയിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചതായി ബന്ധുക്കൾ പറഞ്ഞു. യുക്രൈനിലുണ്ടായ ഷെല്ലാക്രമണത്തിൽ ബിനിലിനും ഒപ്പമുണ്ടായിരുന്ന ജെയിൻ കുര്യനും ഗുരുതര പരിക്കേറ്റിരുന്നു. ജെയിൻ മോസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണെന്നും ഇന്ത്യൻ എംബസി അധികൃതർ അറിയിച്ചു. യുദ്ധത്തിനിടെ ഗുരുതരമായി പരിക്കേറ്റതായി ജെയിൻ ബന്ധുക്കളെ അറിയിച്ചിരുന്നു. ഇരുവരെയും നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നതിനിടയിലാണ് ബിനിൽ മരിച്ചത്. ദേശീയപാത കൊടകര പേരാമ്പ്രയിൽ ലോറിയുടെ പുറകിൽ KSRTC ബസ്സിടിച്ച് കണ്ടക്ടർ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. ഞായറാഴ്ച രാത്രി 12 മണിയോടെ ദേശീയപാത പേരാമ്പ്രയിൽ പള്ളിക്ക് സമീപമായിരുന്നു അപകടം. പാളായിൽ നിന്നും കാസർഗോഡ് പോവുകയായിരുന്ന KSRTCയുടെ മിന്നൽ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ബസ്സിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു. അപകടത്തിൽ പരിക്കേറ്റ കണ്ണോത്തുചാൽ ശ്രീ ഷോപ്പ് അപ്പാർട്ട്മെന്റിൽ തരുൺ, ഇടുക്കി മേലോരം പീടികയിൽ വീട്ടിൽ അനിൽ പി ചാക്കോ, മൂലമറ്റം ഈസ്റ്റ് ഐപ്പൻപറമ്പിൽ കുന്നേൽ വീട്ടിൽ ജോമിൻ, മൂവാറ്റുപുഴ മാന്നാറി മുല്ലശ്ശേരി വീട്ടിൽ മഞ്ജുഷ എലിയാസ് എന്നിവരെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാൽ ഉൽപാദന വർധനവിനും ഗുണമേന്മ വർധനവിനും വ്യാവസായിക അടിസ്ഥാനത്തിൽ ചോളം കൃഷി ചെയ്ത് സൈലേജ് നിർമ്മിച്ച് നൽകുന്നതിലൂടെ പാൽ ഉൽപാദനം കൂടുതൽ ലാഭകരമാക്കുന്നതിനും ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും സാധിക്കുമെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. ജില്ലാ ക്ഷീരസംഗമം 2024-25 ക്ഷീരസ്മിതം ശ്രീനാരായണപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി, ക്ഷീരമേഖലകളിൽ പാൽ ഉൽപാദന രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഗവൺമെൻറ് മുന്നോട്ട്. ഇന്ന് നമ്മുടെ ഇന്ത്യ എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ ഇന്ന് ലോകരാജ്യങ്ങളിൽ ഇന്ത്യയാണ് നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ക്ഷീരകർഷകർ അവർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പാലിലൂടെ അതിലൂടെയുള്ള സമ്പത്തിലൂടെ നമ്മുടെ രാജ്യം എന്നറിയപ്പെടുന്നു എന്നുള്ളതാണ് സൂചനയിൽ നാം ചൂണ്ടിക്കാണിച്ചത്. അത് മാത്രമല്ല, രാജ്യത്തെ ഉൽപ്പാദനക്ഷമത എടുത്ത് പരിശോധിച്ചാൽ ഇന്ന് ഇന്ത്യയിൽ 2ാം സ്ഥാനമുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ്. 1ാം സ്ഥാനം ഇന്ന് നേടിയിരിക്കുന്നത് പഞ്ചാബ് എന്ന് പറഞ്ഞ സംസ്ഥാനമാണ്. 14 ആണ് ആവറേജ് ഒരു പശുവിൽ നിന്നും അവർക്ക് പാല് കിട്ടുന്നതെങ്കിൽ കേരളം പോലെയുള്ള സംസ്ഥാനത്ത് നിന്ന് 10.75 ലിറ്റർ പാല് ആവറേജ് കിട്ടുന്ന തരത്തിൽ നമുക്ക് ഇവിടെ നിന്ന് 2ാം സ്ഥാനം നമ്മുടെ കേരളത്തിന് കിട്ടിയിട്ടുണ്ട്. എങ്ങനെ അവിടെ നിന്ന് നമുക്ക് 1ാം സ്ഥാനത്തേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും? നിലവിലുള്ള പശുക്കളിൽ നിന്ന് തന്നെ ഉൽപ്പാദനം കൂട്ടുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോയാൽ ഒരുപാട് മാറ്റം നമുക്ക് കേരളം പോലെയുള്ള സംസ്ഥാനത്ത് സൃഷ്ടിക്കുവാൻ കഴിയും. കാരണം ഇന്ന് കേരളത്തിൽ പഴയ നമ്മുടെ നാടൻ പശുക്കളുടെ കൂമ്പാരമല്ല കേരളത്തിൽ നിന്നുള്ളത്. ഇന്ന് കേരളത്തിൽ 95% പശുക്കളും ഇന്ന് സങ്കരയിനം പശുക്കളാണ്. അപ്പോൾ ആവറേജ് 30-35 ആവറേജ് 10 ആണെങ്കിലും 30 ലിറ്ററും 35 ലിറ്ററും പാല് തരുന്ന പശുക്കൾ നമ്മുടെ കേരളത്തിലുണ്ട്. 15 ലിറ്റർ 20 ലിറ്റർ അങ്ങനെ വ്യത്യസ്തങ്ങളായിരുന്നു.
ആ പശുവിന് കൊടുക്കുന്ന തീറ്റ അനുസരിച്ച് അതിൻ്റെ പാലിൻ്റെ ഉൽപ്പാദനം വളരെയധികം കൂടി നിൽക്കുന്ന തരത്തിലേക്ക് നമ്മുടെ കേരളത്തിനെ നമുക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. കേന്ദ്രവുമായി സഹകരിച്ചുകൊണ്ട് സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയിലൂടെ കേരളത്തിലെ മുഴുവൻ പശുക്കളെയും 3 വർഷം കൊണ്ട് ഇൻഷുർ ചെയ്യുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നതായും മന്ത്രി പറഞ്ഞു. ജില്ലയിലെ മികച്ച ക്ഷീര കർഷകരെ മന്ത്രി ആദരിച്ചു. 1,32,715 കറവപ്പശുക്കളെ വളർത്താൻ ക്ഷീരവികസന യൂണിറ്റ് പരിധിയിലെ മികച്ച ക്ഷീരകർഷകനാണ് ശ്രീ റോയ് ചന്ദ്രൻ മനക്കാലം വീട് അടിച്ചിരി ചാലക്കുടി ബ്ലോക്കിലെ കുലാഹി ക്ഷീരസംഘത്തിലെ ഉപഹാരം സമർപ്പിക്കുന്ന സംഘാടക സമിതി ചെയർമാൻ ടൈസൺ MLA അധ്യക്ഷനായി. നമുക്ക് ആദ്യം ഇരിക്കുന്ന എല്ലാ സ്കൂളുകളും കുഞ്ഞു കൈകളിൽ കോഴിക്കുഞ്ഞ് എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്നത് പൗൾട്രി ഫാമിന്റെ മാനേജിംഗ് ഡയറക്ടർ ചെയർപേഴ്സൺ 2 പേരും വന്നിട്ടാണ് ഈ കാര്യങ്ങൾ നിർവഹിച്ചത്. എല്ലാ സ്കൂളിലും അത് സ്കൂളിൽ വന്നത് മാത്രമേ എനിക്ക് എൻ്റെ അനുഭവം കൂടി ഞാൻ പറയുകയാണ്. ഒരു സ്കൂളിൽ ഇങ്ങനെ നമ്മൾ മദനഗൽ സ്കൂളിൽ 5,000 കോഴിക്കുഞ്ഞുകൾ 5 കോഴിക്കുഞ്ഞുകൾ വെച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചോളൂ എത്രയാണ്. ആ കോഴിക്കുഞ്ഞുങ്ങളെ കൊടുത്തതിന് ശേഷം ഒരു ദിവസം ഇതിലെ പാസ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, പക്ഷേ ഞാൻ തിങ്കളാഴ്ച പോകുന്നുണ്ട്, നമുക്കൊന്ന് ഇതൊന്ന് ഈ കോഴിനെ കൊടുത്തിട്ടില്ലല്ലോ, വല്ല മുട്ടയിടുന്നുണ്ടോ നോക്കണമെന്നോ, മുട്ടക്കോഴിനല്ലേ കൊടുത്തത്, നമുക്കൊന്ന് പറഞ്ഞാലോ നമ്മൾ പറയാൻ നോക്കാതെ പറഞ്ഞു. ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ് പദ്ധതി വിശദീകരണം നടത്തി. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, എറണാകുളം മേഖല സഹകരണ ക്ഷീരോത്പാദക യൂണിയൻ ചെയർമാൻ MT ജയൻ, കേരള ഫീഡ്സ് ചെയർമാൻ K ശ്രീകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് KV നഫീസ, ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ B അജിത് ബാബു, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹഫ്സ ഒഫൂർ, ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ വീണ, മിൽമ ഭരണസമിതി അംഗങ്ങളായ ഭാസ്കരൻ ആദം കാവിൽ, താര ഉണ്ണികൃഷ്ണൻ, മിൽമ എറണാകുളം മേഖലാ യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ TN സത്യൻ, ഷാജു വെളിയൻ എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ ബ്ലോക്കുകളിലെ മികച്ച ക്ഷീര കർഷകരെയും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ക്ഷീര സംഘങ്ങളെയും ക്ഷീരവികസന യൂണിറ്റുകളെയും ചടങ്ങിൽ ആദരിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനം വിതരണം നടത്തി. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പക്കാവിലെ താലപ്പൊലിയോടനുബന്ധിച്ച് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ജനുവരി 13 മുതൽ 17 വരെയാണ് താലപ്പൊലി ആഘോഷം. മാള കൃഷ്ണൻകോട്ട ഭാഗത്തു നിന്നും പറവൂർ എന്നിവിടങ്ങളിൽ നിന്നും വരുന്ന ബസ്സുകൾ കൊടുങ്ങല്ലൂർ മുസരീസ് ബസ് സ്റ്റാൻഡിൽ യാത്ര അവസാനിപ്പിക്കണം. തുടർന്ന് മുസരീസ് ബസ് സ്റ്റാൻഡിൽ നിന്ന് യാത്രക്കാരെ കയറ്റി യാത്ര തുടരേണ്ടതാണ്. തൃശൂർ ഇരിങ്ങാലക്കുട ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ കൊടുങ്ങല്ലൂർ ട്രസ്റ്റ് ബസ് സ്റ്റാൻഡിൽ യാത്ര അവസാനിക്കേണ്ടതും അവിടെ നിന്ന് യാത്രക്കാരെ കയറ്റി യാത്ര തുടരേണ്ടതാണ്. അഴീക്കോട് എറിയാട് എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന കാർ അടക്കമുള്ള വാഹനങ്ങൾ ബൈപ്പാസിൽ പാർക്ക് ചെയ്യേണ്ടതും ടൗണിലേക്ക് കയറാൻ പാടില്ലാത്തതുമാണ്. തൃശൂർ ഇരിങ്ങാലക്കുട ഭാഗത്തു നിന്ന് വരുന്ന ഹെവി വാഹനങ്ങൾ കോപ്പറേറ്റീവ് കോളേജ് വഴി ഇടത്തോട്ട് തിരിഞ്ഞ് ലക്ഷ്മി തിയേറ്റർ വഴി പോകേണ്ടതാണ്. തെക്കേ നടയിൽ പോസ്റ്റ് ഓഫീസ് പരിസരത്ത് രാവിലെ 11 മണി വരെ മാത്രമേ പാർക്കിംഗ് അനുവദിക്കുകയുള്ളൂ. ഗാനമേളക്കിടയിൽ പോലീസിനെ ആക്രമിച്ച യുവാവിനെ കൊരട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാടുകുറ്റി ഈനാശു ചെട്ടിവളപ്പിൽ ആൽബിനാണ് പോലീസിനെ ആക്രമിച്ചത്. കാടുകുറ്റി ഇൻഫന്റ് ജീസസ് പള്ളിയിലെ തിരുനാളിന്റെ ഭാഗമായി ഞായറാഴ്ച രാത്രി ഗാനമേള നടക്കുന്നതിനിടയിൽ സ്ത്രീകളെ ശല്യം ചെയ്യുന്ന രീതിയിൽ ഡാൻസ് ചെയ്യുന്നതായി കമ്മിറ്റിക്കാർ സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് SI CP ഷിബുവും സംഘവും പള്ളിയിൽ ചെന്ന് യുവാവിനെ പിടിച്ചു മാറ്റുവാൻ ശ്രമിക്കുന്നതിനിടയിൽ യുവാവ് ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. യുവാവ് പോലീസിന് നേരെ തിരിഞ്ഞതോടെ സംഭവസ്ഥലത്തേക്ക് കൂടുതൽ പോലീസ് എത്തി. ഒടുവിൽ യുവാവിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. SIമാരായ OG ഷാജു, NS റെജിമാൻ, CP ഷിബു, MJ സജിൻ, ASI CT ഷിജോ, സീനിയർ CPOമാരായ PK സജീഷ്, G ശ്രീനാഥ്, ഉണ്ണികൃഷ്ണൻ, CPOമാരായ മണിക്കുട്ടൻ, ദീപു, അലി, അനൂപ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. നിരവധി കേസുകളിൽ പ്രതിയാണ് ആൽബിൻ. പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതടക്കമുള്ള കുറ്റമാണ് പ്രതിക്ക് നേരെ ചുമത്തിയിരിക്കുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ആളൂർ ഗ്രാമപഞ്ചായത്ത് കൊമ്പിടിഞ്ഞാമക്കലിൽ നിർമ്മിച്ച സ്മാർട്ട് അങ്കണവാടിയുടെ ഉദ്ഘാടനം നടന്നു. തൃശൂർ മുൻ MP TN പ്രതാപന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് അങ്കണവാടി നിർമ്മിച്ചത്. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ ഉദ്ഘാടനം നിർവഹിച്ചു. മിനിയേച്ചി ആധികാരികമായിട്ടൊരു കാര്യം പറഞ്ഞു. ഒരു വർഷത്തിനുള്ളിൽ കഴിഞ്ഞ ഒരു വർഷം മുൻപ് തീരുമാനിച്ചത് അതിന്ന് ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള കാര്യം. അന്ന് മിനിയേച്ചി എന്നെയും കൊണ്ട് വന്നപ്പോൾ ഉടുമ്പും പാമ്പും ചേമ്പും ഒക്കെ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലം.
ആ കുളവും കുളത്തിൻ്റെ പരിസരവും ആകെ കാട് പിടിച്ച് ഇവിടെയാണോ അംഗനവാടി എന്ന് ചോദിച്ച ആ ഒരു സ്ഥലം ഇന്ന് കുഴിക്കാട്ടിശ്ശേരി എന്ന് പറയുന്ന 13-ാം വാർഡിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലമാക്കി മാറ്റിയതിന് പ്രത്യേകിച്ച് മിനിയേച്ചിക്കും ടീമിനും പ്രത്യേകം അഭിനന്ദനം. വെറുതെ നടക്കില്ല, നല്ല എഫർട്ട് എടുത്തിട്ടുണ്ട് മിനിയേച്ചി എന്നുള്ളത് സത്യമാണ്. പഞ്ചായത്ത് മെമ്പർമാര് പഞ്ചായത്ത് മെമ്പർമാർക്ക് പണ്ടത്തെ പഞ്ചായത്ത് മെമ്പർമാർ 96-ന് മുമ്പ് വലിയ പണിയൊന്നുമില്ല. അധികാര വികേന്ദ്രീകരണം സംഭവിച്ചതിന് ശേഷം നമ്മുടെ കേരളത്തിലെ പഞ്ചായത്ത് മെമ്പർമാർക്ക് നല്ല പണിയാണ്. വൈസ് പ്രസിഡന്റ് രതി സുരേഷ് അധ്യക്ഷത വഹിച്ചു. മുൻ MP TN പ്രതാപൻ മുഖ്യാതിഥിയായിരുന്നു. വാർഡ് മെമ്പർ മിനി പോളി, ജില്ലാ നിർമ്മിതി കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊജക്ട് എഞ്ചിനീയർ PK മധുസൂദനൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ ദിബിൻ പാപ്പച്ചൻ, ഷൈനി തിലകൻ, ബാബു തോമസ്, ICDS സൂപ്പർവൈസർ രാഖി ബാബു എന്നിവർ സംസാരിച്ചു. മാള പഞ്ചായത്ത് ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായി കിലയുടെ നേതൃത്വത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്താക്കുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ ഒരു ട്രെയിനിങ് ആണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. ആദ്യം തന്നെ പറഞ്ഞപ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നി. ഏറ്റവും ബുദ്ധിമുട്ടും ദുരിതം അനുഭവിക്കുന്നവരാണ് ഭിന്നശേഷിക്കാർ. അവരെ നമ്മളുടെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക്, മുഖ്യധാരയിലേക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ എന്തൊക്കെയാണ് അതിലേക്ക് വേണ്ടത് എന്നുള്ള ആ ഒരു ട്രെയിനിങ്ങിലൂടെ ഇനിയിപ്പോൾ നമ്മുടെ പദ്ധതി രൂപീകരണ ഗ്രാമസഭ വരാണ്. അവർക്ക് എന്തെല്ലാം പദ്ധതികളും പ്രൊജക്റ്റുകളും വയ്ക്കാൻ സാധിക്കും. ഭിന്നശേഷിക്കാർക്ക് പഞ്ചായത്തിൽ നിന്നും കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ കൂടാതെ അവർക്ക് ഭിന്നശേഷിക്കാരെ നോക്കുന്ന അമ്മമാർ, ദുരിതം അനുഭവിക്കുന്ന മറ്റു പലര്, രാഷ്ട്രത്തിൻ്റെ മുൻപിലേക്ക് നമുക്ക് അവരെ കൊണ്ടുപോകുന്നതാണ് ഇതിൻ്റെ നയമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. പല വാർഡുകളിലും പല സ്ഥലങ്ങളിലായിട്ട് ഭിന്നശേഷിക്കാർ ഒതുങ്ങിക്കൂടി കഴിഞ്ഞു പോവുകയാണ്. പലരും നമ്മുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരാൻ പറ്റാതെ കിടക്കുന്നവരുണ്ട്. ഇനിയിപ്പോൾ അവർക്കൊരു വാഹനമാണ് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു സ്വയം തൊഴിലായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അവരെ നോക്കിക്കൊണ്ടിരിക്കുന്ന അമ്മമാർക്കും പണിക്ക് പോകാൻ സാധിക്കാതെ വീട്ടിൽ ദുരിതം അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മളുടെ കുട്ടികൾ, കൊച്ചുമക്കൾ അതിനെ സർവേ ചെയ്തുകൊണ്ട്, അതായത് എത്ര പേരുണ്ട് എന്നറിയാം. ഇപ്പോൾ ഒരു 512 പേരുടെ ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിലും കൂടുതലുണ്ടോ, അവർക്ക് ഏതൊക്കെ സ്കീമിലാണ് ഉൾപ്പെടുത്താൻ സാധിക്കുക, ഭിന്നശേഷിക്കാരായ മൊത്തം ആളുകളുടെ സർവേയാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി ബെന്നി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നബീസത്ത് ജലീൽ, സാബു പോൾ, വാർഡ് മെമ്പർമാരായ അമ്പിളി സജീവ്, ലിസി സേവ്യർ, KV രഘു, ജോർജ് നെല്ലിശ്ശേരി, കാർമൽ കോളേജ് സോഷ്യോളജി വകുപ്പ് മേധാവിയായ സിസ്റ്റർ ജിഷ ചാക്കുണ്ണി, ICDS സൂപ്പർവൈസർ VK അംബിക എന്നിവർ സംസാരിച്ചു. കിലയുടെ പരിശീലകരായ MG കാളിദാസൻ, KG സജീവ്, വിനോദ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ അംഗൻവാടി വർക്കർമാർക്കും കാർമൽ കോളേജിലെ വിദ്യാർത്ഥികൾക്കും പരിശീലനം നടത്തി. കുഴിക്കാട്ടുശ്ശേരി പാറക്കുളത്ത് പാറമടയിൽ ചാടിയ ആൾ മരിച്ചു. കൊച്ചനല്ലൂർ സ്വദേശിയായ നട്ടേക്കാടൻ ജോഷിയാണ് മരിച്ചത്. ഫയർഫോഴ്സും സ്കൂബ ഡൈവേഴ്സും ആളൂർ പോലീസും എത്തി മൃതദേഹം കരക്കെത്തിച്ചു. ആത്മഹത്യ ചെയ്തതാണ് പ്രാഥമിക നിഗമനം. സമീപത്തു നിന്നും ഇയാളുടെ ബൈക്കും ചെരുപ്പും കണ്ടുകിട്ടിയിട്ടുണ്ട്. ഞായറാഴ്ച വൈകിട്ട് 5:30യോടെയാണ് സംഭവം നടന്നത്. ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ജൂബിലി മഹോത്സവം ഹൃദന്തം 2K25 സംഘടിപ്പിച്ചു. MLA സനീഷ് കുമാർ ജോസഫ് ജൂബിലി മഹോത്സവം ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ചു. അൽവേർണിയ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ആനി ഡേവിസ് സുവനീർ പ്രകാശനം ചെയ്തു. SH കോൺവെന്റ് ചാപ്ലൈൻ ഫാദർ ജോസഫ് ഗോപുരം സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ എബി ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു ഖണ്ഡരുമടത്തിൽ, മുനിസിപ്പൽ കൗൺസിലർ നിത പോൾ, പ്രിൻസിപ്പൽ സിസ്റ്റർ ജാനറ്റ്, ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ജോസ്ലിൻ, PTA പ്രസിഡന്റ് ലിജോ കുറ്റിക്കാടൻ, ശതാബ്ദി ജൂബിലി കമ്മിറ്റി ജനറൽ കൺവീനർ സ്റ്റാറി പോൾ, അധ്യാപക പ്രതിനിധികളായ ബിയ പോൾ, MD സിനി, സ്കൂൾ ലീഡർ ശ്രീലക്ഷ്മി മേനോൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് 1 വർഷം നീണ്ടുനിന്ന ശതാബ്ദി ജൂബിലി ആഘോഷങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ശ്രീകുരുമ്പക്കാവിൽ ആനച്ചമയ പ്രദർശനം തുടങ്ങി. ശ്രീകുരുമ്പക്കാവിലെ താലപ്പൊലി ഉത്സവത്തിന് പകലും രാത്രിയും നടക്കുന്ന എഴുന്നള്ളിപ്പിൽ അണിനിരക്കുന്ന ഗജവീരന്മാർക്കുള്ള ചമയങ്ങളുടെ പ്രദർശനം ആരംഭിച്ചു. വടക്കേനടയിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് നെറ്റിപ്പട്ടം, വെഞ്ചാമരം, ആലവട്ടം തുടങ്ങിയവയാണ് പ്രദർശിപ്പിച്ചത്.
ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര ശ്രീ കുമാരേശ്വര ക്ഷേത്രത്തിൽ ചുമർ ചിത്രങ്ങൾ ഒരുങ്ങി. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ രചിച്ച ചുമർ ചിത്രങ്ങളുടെ നേത്രോന്മീലനം ക്ഷേത്രാചാര്യൻ ഡോക്ടർ TS വിജയൻ തന്ത്രികൾ നിർവഹിച്ചു. കേരള സാംസ്കാരിക വകുപ്പ് വജ്രജൂബിലി ഫെലോഷിപ്പ് നേടിയ അജിത് കണ്ണിക്കര, ബിജു ഷൈൻ തേർക്കയിൽ, സ്വപ്ന രാജീവ് തൈനകത്ത, സുധ സുധീരൻ വാത്യാട്ട്, നീന ഗീതാനാഥൻ വില്ലമംഗലത്ത് കളരി, രശ്മി സുരേഷ് വട്ടപ്പറമ്പിൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പറവൂർ ചേന്നമംഗലം സംഗീതസഭ നാദശ്രീയുടെ ആഭിമുഖ്യത്തിൽ P. ജയചന്ദ്രൻ അനുസ്മരണവും ഗാനാർച്ചനയും നടത്തി. കേരള സംഗീത നാടക അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം ജോൺ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം AS അനിൽകുമാർ അധ്യക്ഷനായി. പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ, ചേന്നമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ലീന വിശ്വം, പറവൂർ നഗരസഭ പ്രതിപക്ഷ നേതാവ് TV നിതിൻ, ഗോപൻ സ്വരത്രയ, ഗീതാനന്ദ ശിവജി, അജിത് കുമാർ ഗോതുരത്ത് എന്നിവർ സംസാരിച്ചു. ഐരാണിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കുഴൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സന്തോഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് PK അയ്യപ്പൻകുട്ടി അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ KS രാധിക, യൂണിറ്റ് കോർഡിനേറ്റർ VN രതീഷ്, PK സോജൻ, ഡോക്ടർ അക്സ എന്നിവർ സംസാരിച്ചു. മാള തൻകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി വിശേഷാൽ പൂജകൾ, പാർവതീദേവിക്ക് പട്ടും താലിയും ചാർത്തൽ, കളഭാഭിഷേകം, നാമജപം, പ്രഭാഷണം എന്നിവ നടന്നു. രാഹുൽ രാധാകൃഷ്ണൻ പ്രഭാഷണം നയിച്ചു. തുടർന്ന് തിരുവാതിര സദ്യ, വൈകിട്ട് മേളം, ദീപാരാധന, ഇളനീരഭിഷേകം, പാലാഭിഷേകം, പൂമൂടൽ, തായമ്പക എന്നിവ നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് കടയിൽ നിന്നും മിഠായി വാങ്ങിക്കഴിച്ച കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യം, 5 പേർ ആശുപത്രിയിൽ. റഷ്യൻ കൂലി പട്ടാളത്തിൽ ചേർന്ന മലയാളി ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. തൃശൂർ കുട്ടനല്ലൂർ സ്വദേശി ബിനിൽ ബാബുവാണ് കൊല്ലപ്പെട്ടത്. ദേശീയപാത കൊടകര പേരാമ്പ്രയിൽ ലോറിയുടെ പുറകിൽ KSRTC ബസ് ഇടിച്ച് കണ്ടക്ടർ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. ഞായറാഴ്ച രാത്രി 12 മണിയോടെ ദേശീയപാത പേരാമ്പ്രയിൽ പള്ളിക്ക് സമീപമായിരുന്നു അപകടം. ഗാനമേളക്കിടയിൽ പോലീസിനെ ആക്രമിച്ച യുവാവിനെ കൊരട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാടുകുറ്റി ഈനാശു ചെട്ടിവളപ്പിൽ ആൽബിനാണ് പോലീസിനെ ആക്രമിച്ചത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.